ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 74. ഓം ഈശ്വരായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 74. ഈശ്വരഃ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശോ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർത്ഥം: അല്ലയോ അർജുന, ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് യന്ത്രത്തിൽ ഘടിപ്പിച്ച വസ്തുക്കളെ എന്ന പോലെ എല്ലാറ്റിനെയും തൻ്റെ മായാശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തെ ഈശ്വര ശബ്ദത്തിൻ്റെ നിർവചനമായി സ്വീകരിക്കാം. ഈശ്വരൻ എന്നാൽ സർവശക്തൻ എന്നർത്ഥം. കർത്തും അകർത്തും അന്യഥാ കർത്തും ശക്തഃ എന്ന് ആചാര്യന്മാർ ഈശ്വര ശബ്ദത്തെ നിർവചിക്കാറുണ്ട്. എന്തെങ്കിലും ചെയ്യാനുള്ള ശക്തി എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കുമുണ്ട്. പക്ഷേ പ്രവർത്തനത്തിന് ബാഹ്യപ്രേരണകളോ സാഹചര്യങ്ങളോ വേണം. ചെയ്യാനും ചെയ്യാതിരിക്കാനും ബാഹ്യപ്രേരണയില്ലാത്ത സ്വാതന്ത്ര്യം സർവേശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഭഗവാനെ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത് 3 പ്രധാനപ്പെട്ട ശക്തികളാണ്: ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ആരുടെ ഇച്ഛാശക്തി കൊണ്ടാണോ പ്രപഞ്ച സൃഷ്ടി സംഭവിക്കുന്നത്, ആരുടെ ജ്ഞാനശക്തി കൊണ്ടാണോ കർമ്മബന്ധനത്തിൽ നിന്ന് ആത്മാവ് മുക്തമാകുന്നത്, ആരുടെ ക്രിയാശക്തി കൊണ്ടാണോ പ്രപഞ്ചപ്രവർത്തനം അനുസ്യൂതമായി തുടരുന്നത്, ആ ശക്തിയുടെ പ്രഭവകേന്ദ്രമാണ് മഹാവിഷ്ണു. അതുകൊണ്ടുകൂടിയാണ് ഭഗവാനെ ഈശ്വരൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.